ഒന്നും കാണാതെ നമ്മളൊന്നും ഈ പണിക്കിറങ്ങില്ലല്ലോ എന്നൊക്കെ എന്തോ ഉള്ള ഒരു മാസ് ഡയലോഗൊക്കെ ട്രെയിലറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സൈജു കുറുപ്പ് നിർമ്മിച്ച സിനിമയാണ് ഭരതനാട്യം. സംവിധാനം ചെയ്തിരിക്കുന്നത് കൃഷ്ണദാസ് മുരളി. പുള്ളി ഒരു റോളും ഇതിൽ ചെയ്തിട്ടുണ്ട്. അഭിനയവും നന്നായിട്ടുണ്ടായിരുന്നു. സൈജു കുറുപ്പ് ഇതിൽ കടബാധ്യതയുള്ള പ്രാരാബ്ദങ്ങളുള്ള ആളൊന്നുമല്ല. അത് മാറ്റാൻ വേണ്ടി പുള്ളി ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് മാറ്റി നിർത്തിയ ബാക്കിയെല്ലാം ടിപ്പിക്കലായിട്ടുള്ള സൈജു കുറുപ്പ് തന്നെയാണ് ഇതിനകത്തുള്ളത്. സായി കുമാർ, സൈജു കുറുപ്പിൻ്റെ അച്ഛൻ്റെ കഥാപാത്രം. സായി കുമാറിന് കുറേ ദിവസത്തിന് ശേഷം നല്ല ഒരു കിടു റോള് ചെയ്തിട്ടുണ്ട്. കലക്കനായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം നമുക്കിത് കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്ത് പോകാനുള്ള ഒരു സാധനമായിട്ട് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഒരു പിരുകം ഇങ്ങനെ അനങ്ങുമ്പം നമുക്കതിൽ ചിരി വരുന്നുണ്ടെങ്കിൽ അത് അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് പുള്ളി ചെയ്തുകൊണ്ടാണ്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അഴിഞ്ഞാടിയിട്ടുണ്ട് പുള്ളി. പിന്നെ പറയാനുള്ളത് കലാരഞ്ജിനിയുണ്ട്. കലാരഞ്ജിനി ശബ്ദം എന്ന് പറഞ്ഞാൽ അധികം വലിയ ശബ്ദമൊന്നും ഇല്ലാത്തൊരു കഥാപാത്രമാണ്. പുള്ളിക്കാരിയുടെ ഒറിജിനൽ സൗണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരിക്ക് പണ്ട് അതുകൊണ്ട് ഇൻസിഡൻറ്റിൽ ശബ്ദത്തിന് പ്രശ്നം വന്നിട്ടുണ്ട്. കുറേ ദിവസത്തിന് ശേഷമാണ് പുള്ളിക്കാരിയും അഭിനയിച്ചിട്ടുള്ളത്. നന്നായിട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അഭിറാമുണ്ട്. അഭിറാമിൻ്റെ കഥാപാത്രങ്ങളൊക്കെ കുറേ കാലമായി ഇങ്ങനത്തെ ഒരു ആളൊക്കെ ഒരു സിനിമയിലെ കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം തന്നെയാണ് കിടു അടിച്ചിട്ടുണ്ടായിരുന്നത്. അഭിറാം ത്രൂ ഔട്ട് ചിരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ശ്രുതി സുരേഷ്, മണികണ്ഠൻ പട്ടാമ്പി, ഇന്ത്യൻ 2വിലെ നെടുപിടിച്ചേട്ടൻ്റെ ബോഡി ഡബിളായിട്ടുള്ള നന്ദു പൊതുവാളുണ്ട്. പിന്നെ സോഹൻ സീനുലാലുണ്ട്, ഗംഗാ മീര, സലീം ഹസൻ ഒരു ചെറിയ റോളിലുണ്ട്, ശ്രീജ രവിയുണ്ട്. പിന്നെ ഇതൊന്നും കൂടാതെ ഒരു 2 പയ്യന്മാരുണ്ട് കേട്ടോ. അവന്മാർ നൈസായിരുന്നു. അവന്മാർ ട്വിൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ട്വിൻസ് ആയിരിക്കും. അവന്മാരെ പ്ലേസ് ചെയ്തതും ആ ക്യാരക്ടർ കൊണ്ടുവന്നതും അവരുടെ ആ പെർഫോമൻസും ഒക്കെ കിടുവായിരുന്നു. പിന്നെ ദിവ്യ, പുള്ളിക്കാരി ഇടയ്ക്കൊന്ന് സീരിയൽ അഭിനയം പോലെ വന്നെങ്കിലും ഭൂരിഭാഗ സമയത്ത് നന്നായിരുന്നു. നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട്. പുള്ളിക്കാരിക്ക് മാത്രമല്ല, ഇത് കുറേ കഥാപാത്രങ്ങൾ ചുമ്മാ വലിച്ചു വാരി ഇട്ടിക്കുന്നതല്ലാതെ എല്ലാവർക്കും സ്പേസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് ഈ സിനിമയുടെ. സിനിമ തുടങ്ങി ഒരു തെയ്യത്തിൻ്റെ കുറച്ച് പരിപാടി കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പം ഈ തെയ്യം എനിക്ക് കണ്ടപ്പോൾ മുത്തപ്പനെ പോലെയാണ് തോന്നിയത്. പിന്നെ എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞൂടെ എന്താണ് സംഭവം എന്നുള്ളത്. തെയ്യം എന്നാണ് പടത്തിൽ പറയുന്നത്, അതിനെ വിശ്വസിക്കാം. അത് കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ ഡയറക്ടർക്ക് പണി അറിയാമെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പതുക്കെ ഓരോ കഥാപാത്രങ്ങളായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നത്. അത് സ്ലോയിലാണ് പോണത്. ആരൊക്കെ എന്തൊക്കെയാണ് എങ്ങനെയാണ് ആൾക്കാരുടെ ക്യാരക്ടർ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമ്മുടെ സായ് കുമാർ AKA ഭരതൻ ഒരു സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണ്. അപ്പോൾ ആ സമയത്ത് ആ ഹോസ്പിറ്റലിൽ ആ കാലം കഴിഞ്ഞ് പോകണം, അതൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. നന്നായിട്ടുണ്ടായിരുന്നു. അവിടെ കഴിഞ്ഞിട്ട് ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു നടൻ്റെ പേര് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത് കിട്ടും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ക്ലീഷേ ആയിരുന്നു. ക്ലീഷേ സാധനം അയ്യോ പോയി. ക്ലീഷേ ഇത് തീരാൻ കണ്ട സാധനമെന്ന് പറഞ്ഞ് നിർത്തിയെടുത്ത് അവിടെ നിന്നാണ് പടത്തിൻ്റെ ഗ്രാഫ് അങ്ങ് കയറുന്നത്. എന്നുകൊണ്ട് അത് ട്രീറ്റ് ചെയ്തിരുന്നത് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് ഭയങ്കര രസമായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നീട് അങ്ങോട്ട് പിടുത്ത നിലനിർത്തി തന്നെ സിനിമ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ പക്ഷേ എനിക്ക് ഒരു ചെറിയൊരു ഇത് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സൈഡ് പാരലൈസ്ഡ് ആയി സ്ട്രോക്ക് വന്നിട്ട് അയാളുടെ ഫിസിക് ഇങ്ങനെ ആയിരിക്കത്തില്ല. അത് പെർഫോമൻസിൽ പുള്ളി കിടുവാരി ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു സൈഡ് പാരലൈസ്ഡ് ആകുമ്പോൾ മുഖത്തൊക്കെ അതിൻ്റെ ഉള്ള വ്യത്യാസം വരണ്ടേ, അങ്ങനെ അതൊന്നും ശ്രദ്ധിക്കായിരുന്നു. അതുപോലെ ഫിസിയോതെറാപ്പി അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അത് ഭയങ്കര ഇതൊന്നുമല്ല. ഞാൻ പേഴ്സണലി ഇത്തരം കാര്യങ്ങളിൽ ഫേസ് ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് എനിക്കത് മനസ്സിലാവും. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങി. പിന്നെ ത്രൂ ഔട്ട് ചിരി എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊട്ടിച്ചിരിക്കുന്നതൊന്നുമല്ല, പക്ഷേ നമുക്ക് ചിരി വരും. ഈ നമ്മുടെ സായി കുമാറിനെ കാണിക്കുമ്പോൾ ചിരി വരും. അതുപോലെ അഭിറാം, ഞാൻ പറഞ്ഞ പയ്യന്മാർ, അവന്മാർ നൈസായിട്ട് സിനിമ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ഈ ശ്രീജ രവിയുടെ കഥാപാത്രമായാലും കലാരഞ്ജിനിയുടെ കഥാപാത്രമായാലും സൈജു കുറുപ്പിൻ്റെ കഥാപാത്രമായാലും നമുക്ക് അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കൂടി ഈ സിനിമ കാണാൻ പറ്റും. നന്നായിട്ടത് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ പോയി ക്ലൈമാക്സ് എത്തിയപ്പോൾ ക്ലൈമാക്സ് ഇത്തിരി ക്രിഞ്ചായിപ്പോയി. എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ സാധനങ്ങൾ കൂടി ചേർത്ത് വേറെ വലിയ രീതിയിൽ കൊണ്ട് അവസാനിപ്പിക്കുകയായിരുന്നു. അതിന് പകരം ഒന്ന് സേഫായിട്ട് ലാൻഡ് ചെയ്ത പോലെ എനിക്ക് തോന്നി. ഈ സിനിമ കുറച്ചുകൂടി നല്ലൊരു ക്ലൈമാക്സ് അർഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ക്ലൈമാക്സ് ഓക്കെ ആണ്, മോശം എന്നല്ല. ഫാമിലി ഓഡിയൻസിനൊക്കെ തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. മേക്കിംഗ് സ്റ്റൈലിലായാലും കഥയാണെങ്കിലും കുറച്ച് പഴയ സിനിമകൾ, നമ്മൾ മിസ് ചെയ്യുന്ന പഴയ സിനിമകളുടെ രീതിയിൽ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. ആ ഒരു വൈബ് സിനിമയ്ക്ക് കിട്ടും. സാമുവൽ അബിയുടെ മ്യൂസിക്കും ബബ്ലു അജുവിൻ്റെ സിനിമാറ്റോഗ്രാഫിയും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഓവറാൾ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അപരാധങ്ങളെ കൺസിഡർ ചെയ്ത് നോക്കുമ്പോഴേക്കും അത്യാവശ്യം ചിരിപ്പിച്ച നല്ല രസമുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഭരതനാട്യം തോന്നിയത്. ക്ലൈമാക്സിൽ കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ എക്സ്പെക്റ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. എന്തരാ വരട്ടെ.